അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അടിത്തറ പാകാം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബൂഹിബ അഷ്റഫി പയ്യോളി. യാപ്പി തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ നിങ്ങൾ യാപ്പിന്റെ ആൾക്കാരായില്ലേ? ഇപ്പൊ യാപ്പിനെ അങ്ങോട്ട് പോകില്ല. യാപ്പിക്കാർ ലക്ഷ്യം അത്രേ ഉള്ളൂ. ഞങ്ങൾക്കും അത്രേ ഉള്ളൂ. ലീഗേര് സമസ്തക്കെതിരെ സുന്നികൾക്കെതിരെ പറയരുത്, അതിന്റെ അപ്പുറം ഒന്നുമില്ല. യാപ്പിക്കാർ എന്താണ് ഉദ്ദേശിച്ചത് അത് യാപ്പിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ, ഓല ആഗ്രഹം എന്താണ്, ലീഗുകാർ ഇങ്ങോട്ട് വരുത്തും എന്നുള്ളതായിരുന്നു. ലീഗ് പാണ്ട് തേടിപ്പോയില്ലേ? അത് ആ രാഷ്ട്രീയത്തിൽ വിജയപരാജയമല്ല. ലീഗർ അങ്ങോട്ട് പോയോ ഇല്ല അത് പറയും. നിങ്ങൾ കാന്തപുരത്തിനെതിരെ എന്തൊക്കെ പറഞ്ഞു നടന്നു, ഇന്ന് നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോവില്ലേ? അതേ സമസ്തക്കാർക്ക് അന്നും ഇന്നും ഒരൊറ്റ നിലപാടുള്ളൂ. സമസ്തയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ശേഖരിക്കുന്നു അതിന് കൂടെ നിൽക്കും. സമസ്ത നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കും. എന്താണ് തെറ്റ്? സമസ്തക്കാരനാണോ അവൻ ലീഗറിനാവണം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. അവൻ സമസ്തനെ അനുസരിക്കണം എന്ന് സമസ്ത പണ്ടേ പറയും. 89 ഞങ്ങൾ സമസ്തനെ അനുസരിച്ചു, ഇന്നും ഞങ്ങൾ സമസ്തനെ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. 89 മുമ്പത്തെ ചരിത്രം മൊത്തം ഒന്ന് പഠിക്കുക. അതുവരെ സമസ്ത മുസ്ലിം തമ്മിൽ ഒരുപാട് ഇന്ന് നടക്കുന്ന അതേപോലെ തന്നെ സമസ്തന്റെ ആരും ഒരുപാട് മുസ്ലിം നേതാക്കളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് മഹാനായ ശംസുലമന്റെ പഴയക്കാലത്ത് പ്രസംഗമൊക്കെ എടുത്ത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. 60-ാം വർഷത്തിൽ അടക്കം അതുമായി ബന്ധപ്പെട്ട് ശംസുലമ സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചത്? അങ്ങനെ ഒരു വിഭാഗം സമസ്ത ഉണ്ടായി തീർന്നു. എന്ത് കാരണം? ലീഗിന്റെ കളികൾ കൊണ്ട് ലീഗിനെതിരെ ടീം ഉണ്ടായി തീർന്നു. ആ ടീം എന്തായി? സുന്നി സമ്മേളനം വെക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ വേറെ ടീം വേറെ സമ്മേളനം ഉണ്ടാക്കി. അപ്പൊ 2 വിഭാഗമായല്ലോ. അതിൽ മഹാനായ ശംസുലമ അടക്കമുള്ള നേതാക്കന്മാർ 2 കൂട്ടരും വിളിച്ചിട്ട് ഒറ്റ സമ്മേളനം മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടർ മാറിന്നു. ഒരു മര്യാദ കാണിച്ചു, സ്വാഭാവികല്ലേ? സമസ്ത പറഞ്ഞാൽ അനുസരിക്കണം. കാന്തപുരം വിഭാഗം എന്ത് ചെയ്തു? അന്ന് അനുസരിക്കാതെ ഒരു സമ്മേളനം വെച്ചു, സംഘടന വിരുദ്ധ പ്രവർത്തനം നടത്തി. അതോടുകൂടെ അതുവരെയുള്ള ചരിത്രമൊക്കെ മാറിയിട്ട് പിന്നെ യാപ്പിക്കെതിരെ പ്രതിരോധിക്കേണ്ടി വന്നു സമസ്തക്ക് എന്നുള്ളതാണ്. പിന്നെ സമസ്ത ലീഗ് പ്രശ്നം യാപി പ്രശ്നമായിക്കാണ് മാറി. നാട്ടിൽ മൊത്തം കിട്ടിയ അവസരം ലീഗുകാർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതാണ് നടന്നത്. ഇന്നും ലീഗ് എന്താ ചെയ്യുന്നുണ്ട്? ഇന്നും ലീഗ് സമസ്തക്കാരെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നല്ലേ? ഇപ്പൊ ഉമർ ഫൈസി മുക്കത്തിനെ പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ പറയല്ലേ?
അമീർ ഫൈസിനെ പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കൽ, നിങ്ങൾ ആവശ്യം എന്താണ്? സമസ്തന്റെ കൂടെ അടിയുറച്ച് നിൽക്കേണ്ട ആലിമീങ്ങളെ സമസ്തയിൽ നിന്ന് പുറത്താക്കുക, അയാളുടെ കളികൾ കളിക്കുക. യാപ്പിനെ ശരിക്കും സമസ്ത പുറത്താക്കിയതല്ല, യാപ്പ് അനുസരിക്കാതെ പുറത്തു പോയതാണ്. സ്വാഭാവികമായിട്ടും പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യും? അയാളെ പുറത്താക്കേണ്ടി വരും സംഘടനാപരമായിട്ട്. അങ്ങനെ പോകാൻ പാടില്ല. ഇവിടെ നിന്ന് പ്രതിരോധിക്കണമെന്ന് നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കണം, നേതൃത്വം പറയുമ്പോൾ അടങ്ങണം, നേതൃത്വം പറയുമ്പോൾ ഒരുങ്ങണം. ഒരിക്കലും സമസ്തക്കെതിരെ ആരും പറയരുത്, എത്ര വലിയ സുന്നയായാലും അത് വലിയ തെറ്റാണ്. സമസ്ത ഉണ്ടാക്കിയത് മുതൽ സമസ്തക്കെതിരെ എല്ലാവരും കളിക്കുന്നുണ്ട്. അത് വഹാബികളുണ്ട്, കള്ളത്തൊരീകത്തുകാരുണ്ട്, അവർക്കെതിരെ സമസ്തന്റെ ആളുകൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ലീഗിനെതിരെ വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ട പോലെ തന്നെ സമസ്തക്കെതിരെ വരുമ്പോൾ സമസ്തക്കാർ പ്രതികരിക്കും. അതിനൊരു നാട്ട് ഒറ്റപ്പെട്ടാലും ആ സമസ്തക്കാരൻ അത് പറയും. സമസ്തക്കാരന് ഏറ്റവും കൂടുതൽ സമസ്ത തന്നെയാണ്. ലീഗിലേക്ക് ലീഗുള്ള പോലെ ലീഗ് ഇവിടെ തീരും, സമസ്ത ഇവിടെ തീരൂല. സമസ്ത ആക്രത്തിലേക്കുള്ളതാണ്. ഒരു സമസ്തക്കാരൻ ഏത് രാഷ്ട്രീയ പാർട്ടിന്റെ കൂടെ നിന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ പറഞ്ഞാലും അവന്റെ നാവെന്ന് സുന്നിയാണെങ്കിൽ സമസ്തക്കാരനാണെങ്കിൽ ആ സമസ്തക്കിന് വന്ന് സംശയിക്കേണ്ട ആവശ്യം വരൂല. രാഷ്ട്രീയം പുറത്ത് ആർക്കും പറയാം, സമസ്തക്കെതിരെ പറയേ ചെയ്യരുത്, അത്രേ ഉള്ളൂ. സമസ്ത അള്ളാഹുവിന്റെ ദീനിന്റെ നേരെ രൂപം തന്നെ. അത് ഞാൻ ആര് പറഞ്ഞു? സമസ്തക്കാരൻ അത് മനസ്സിലാവും. അത് മനസ്സിലാണെങ്കിൽ എന്ത് വേണം? ഫുട്ബോൾ ഭ്രാന്ത്, സിനിമാ ഭ്രാന്ത്, അതുപോലെ പല വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതൊന്നും ഇല്ലാതെ നമ്മൾ സമസ്തയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. പിന്നെ മാതാപിതാക്കളുടെ ബഹുമാനമൊക്കെ ശ്രദ്ധിക്കാണ്ട് സിഗരറ്റ് വലിക്കുന്നതിനെ പോയി ശരിക്കും സമസ്തം തീരും. എൻ്റെ അഭിപ്രായം പറയട്ടാ, ഏതെങ്കിലും മഹാന്മാരെ വലിച്ചോ ഇല്ലെന്നല്ല ഞാൻ പറയേണ്ടത്. സിഗരറ്റ് വലിച്ചാൽ പോലും ഒരു സാധാരണക്കാരൻ ഒരാൾക്ക് സമസ്തനം തിരിയൂല. അതുപോലും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്ന വേണം. അതൊരു സത്യമാണ്. പലിശയുമായി ഇടപാട് നടത്തുന്ന ഒരാൾക്ക് സമസ്ത എന്താ തിരിയൂല. സമസ്തക്കാരെ ബന്ധപ്പെട്ട് നടക്കുക. ഞാൻ സമസ്തക്കാരൻ എന്ന് പറയാം. സമസ്ത എന്ന് പറഞ്ഞ സംഗതിക്ക് ഉള്ളിലൊരു സംഗതി ഉണ്ട്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വഹാബി നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വഹാബിയും സുന്നിയും തമ്മിലുള്ള വ്യത്യാസം മൺമറഞ്ഞ മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നു, അത് അനുഭവിക്കുന്നു. വഹാബിക്ക് ആ അനുഭവമില്ല, അവർക്ക് വിശ്വാസമില്ല. അതാണ് വ്യത്യാസം. അപ്പൊ സമസ്തയോട് എന്തുണ്ട്? ആ അനുഭവ ബോധ്യം മഹാനായ ശംസുലമ അടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു സമസ്തക്കാരന് കിട്ടും. അത് സത്യമാണ്, അത് ഇന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ സമസ്തനെ തിരിയണം എന്നുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മതയോട് കൂടെ ആത്മാർത്ഥമായിട്ട്, തെറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റൂല, അതിലൊക്കെ തോപ ചൊല്ലി മടങ്ങി ഈ പ്രസ്ഥാനത്തിന് കൂടെ ഇങ്ങനെ നടന്നു പോകണം. അത് വല്ലാത്ത റാഹത്താണ്. അത് രാഷ്ട്രീയം തലക്ക് കയറാൻ തിരിയൂല. അത് നിങ്ങളെ പഠിപ്പിച്ച ക്ഷേത്രകടവ് എന്താ? ഇപ്പൊ കാന്തപ്പന് ബാഹ്യശക്തിന്റെ സമ്മതിക്കാൻ പോയി, ശംസുലമക്കേ തെറ്റുപറ്റി കബളിപ്പിക്കപ്പെട്ടും സമ്മതിക്കാൻ പോയി. ഇതാണ് പഠിച്ചോൻ തിരിച്ചു തരാറുള്ളത്. എന്തൊരു കഥ! അതെ, തെറ്റ് തിരുത്തി വന്നാല് കാന്തപ്പന് ബാഹ്യ ശക്തി ഇടുന്നോ ഏതെങ്കിലും ശക്തി ഇടുന്നോ ഞങ്ങൾ പറയും. അതെന്താ സംശയം? സമസ്തയോട് ഒന്നിച്ചിട്ട് സമസ്തയ്ക്ക് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഞനക്ക് ബോധ്യപ്പെട്ട് ഞാൻ സമസ്തയോട് യോജിച്ചിലേക്ക് വന്നാൽ എന്ത് അംഗീകരിക്കാൻ പ്രശ്നം? ഇതൊന്നുമില്ലാതെ നിങ്ങൾ അദ്ദേഹത്തിന് കൊടിവീശാൻ പോയില്ലേ? അദ്ദേഹത്തിന്റെ കാല് വെക്കാൻ പോയില്ലേ? അദ്ദേഹത്തിന്റെ വോട്ട് വാങ്ങാൻ പോയില്ലേ? എടാ, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിലോ? നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ പോയത്? ഇത് നല്ല രസമല്ല. ഒരു ക്ഷമാപണം നടത്താതെയും, അല്ലെങ്കിൽ ഞാൻ ലീഗിനോട് ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ സുഹാബികളോട് ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ വഹാബികളോട് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അയാൾ പറഞ്ഞോ? ഇല്ലല്ലോ. അയാൾ എന്താ പറഞ്ഞത്? സമസ്തയെടുത്തേക്ക് എനിക്ക് വന്ന തെറ്റായിപ്പോയി, സമസ്തയുടെ ആ തീരുമാനം ഞാൻ എടുത്തത്, സമസ്തയോടുള്ള എതിർപ്പെടുത്തത് അത് തെറ്റായിപ്പോയി, അത് തെറ്റിച്ചവർ എന്നെ പലരുമുണ്ട് എന്നല്ലേ അയാൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ തെറ്റായി പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വരുമ്പം ഇരു കൈയും കൂട്ടി സ്വീകരിക്കണോ? അത് ഇരിക്കുന്ന ബേജാറ് ഇങ്ങനെ രണ്ട് സുന്നി കൂടെ ഒന്നിച്ചാൽ എനിക്ക് ബേജാറല്ല. നീ മൂത്രച്ച് നീ ഒഴുകിപ്പോടാ. ആടെ ഞങ്ങൾ ഒന്നിക്കൂടാ. ഞങ്ങൾ വേണ്ടി വന്നാൽ ഒന്നിക്കും. അത് ലയിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ഐക്യോ ഏതെങ്കിലും നമ്മളെ ജിഫ്രി മുത്തക്കോയത്തക്കളും 40 മുഷാവറിയും എന്തു പറയുന്നുവോ അത് ഞങ്ങൾ ശിരസാൽ വഹിക്കും. മനസ്സിലായോ? അതൊന്നും ഇനി തടയാൻ നിന്നെ കൊണ്ടോ നിന്റെ രാഷ്ട്രീയ ഉപ്പുപ്പാനെ കൊണ്ടൊന്നും കയ്യിലടോ. അറിയോ? അത് ചെലച്ചടോ കാന്തപുരം. ശംസുലമ കബളിപ്പിക്കപ്പെട്ടു, ഇനി ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് വാങ്ങി, അതിന് മൂട് താങ്ങിയിടും മുണ്ടുപാറ ക്ഷേത്രക്കടവൊക്കെ. മനസ്സിലായില്ലേ? അയാൾക്ക് നല്ലോണം തിരിന്ന്, അയാൾ അന്നുള്ളതാണ് അയാൾക്ക് കൂടുതൽ തിരിന്ന് വിപരീതങ്ങളും പറഞ്ഞാ. നീ എടോ അയാൾ എന്താ പറഞ്ഞത്? എനക്ക് തെറ്റിട്ടീന്നാ, ശംസുലമക്ക് തെറ്റിട്ടല്ല. അയാൾ അങ്ങനെയാ പറഞ്ഞത്. നിനക്ക് മനസ്സിലാവാൻ ഉത്തരവാദിയാ? എനക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ബാഹ്യ ശക്തികൾക്ക് അടിമപ്പെട്ടു പോയി, അന്ന് എന്നെ ചതിച്ചു,
എന്നെ ശംസുദാ പറഞ്ഞത് നല്ല രസാത്. അയാൾക്ക് തെറ്റ് പറ്റിയത് അയാൾ വന്നിട്ട് പറയുന്നു, അല്ലാതെ ശംസുലുലമക്ക് തെറ്റ് പറ്റിയതല്ല. ശംസുലുലമ എന്റെ ഉസ്താദാണ്, മഹാനാണ്. എന്തൊക്കെയാ പറഞ്ഞത്? നീ നേരെ ഉൾട്ട കൊണ്ടല്ലടാ. അത് ഹക്കീം ബഷീറോട് പോയിട്ട് പറയാം, ഞങ്ങളോട് പറയണ്ട. കാരണം വായി എടുത്ത കളവും വഹാബിസവും പഠിപ്പിക്കല് അത് നിന്റെ ഉസ്താദിന്റെ പണിയല്ലേ? അല്ലേ? ഹക്കീം ബഷീർ എന്ന് പറയുന്ന ഉസ്താദിന്റെ പണിയല്ലല്ലോ. പിന്നെ ചില തങ്ങന്മാരുണ്ടാവും, അവര് തങ്ങന്മാരുതേലും ഇപ്പം തമ്മൊന്നും കുടുംബത്തുണ്ടാവില്ല, എല്ലാം വഹാബിസത്തിൻ്റെതാ. ഇപ്പൊ അവര് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വഹാബിസ. ഇനി നാളെ അവരൊക്കെ തെറ്റി ഇതുപോലെ വന്നിട്ട് പറയും, ഞങ്ങൾ പെട്ടുപോയി, ഞങ്ങൾ അന്ന് പെട്ടുപോയതാണ് എന്ന്. ഇതേപോലെ ഒരു ദിവസം വന്നിട്ട് ഈ ഇപ്പം പോയ വാപ്പിയും അതേപോലെ പിന്നെ ഉദവിയെല്ലാം വന്നിട്ട് പറയും, മോനെ നീ എന്താ വിചാരിച്ചത് ഇത് സമസ്തയാന്ന് വന്നിട്ട് പറയും. സുഹാബികളെ, വഹാബികളെ, നിങ്ങൾ എത്ര കാലം വരെ നിങ്ങൾ ഈ സമസ്തക്കെതിരെ പൊരുതിയ നിങ്ങൾക്ക് രക്ഷയില്ല. ഇത് കടലാന്ന്, ഇതൊരു കടലാന്ന് സമസ്ത എന്ന് പറഞ്ഞാല്. മനസ്സിലായാ? ഈ കടലില് ഈ ചെറിയ തോടൊന്നും ഒന്നും അല്ലാന്ന്. മനസ്സിലായാ? ഈ ചളിത്തോടാന്ന്, ചളിത്തോട്. അതൊന്നും വലിയ കാര്യമല്ല. ഇത് കടലാന്ന്. ഈ കടലിൽ അങ്ങനെ കച്ചറയുണ്ട്, അതെല്ലാം അടിച്ച് പുറത്തേക്കിടും. കടലിന്റെ നടുക്ക് അങ്ങനെ കച്ചറയൊന്നും വെച്ചേക്കൂല. കടല് എന്താക്കൂ, അത് അടിച്ചു കൊണ്ടുവന്ന് കരക്കം കണ്ടിട്ട് പുറത്തേക്കിടും. മനസ്സിലാ? അപ്പൊ ഇത് കടലാന്ന്. അപ്പൊ ഇതിലേതെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അതെല്ലാം അടിച്ച് പുറത്തിടും. അതിലെടുത്ത് പുറത്തിട്ട് ഈ അക്കീം ബൈച്ചി, പിന്നെ കുറച്ച് ഉദവി, കുറച്ച് ഉദാവി എന്ന് പറഞ്ഞ ഉദാവി, ഇത് പിന്നെ കുറച്ച് മറ്റേ വഫിയും ഇത് അത് ഞങ്ങൾ ചവിട്ടി പുറത്താക്കിയ കാലത്തിലും. മനസ്സിലായില്ലേ? അത് ഈ കടല് പുറത്തിട്ടാണ്, ഈ ആ കച്ചറ എടുത്ത് പുറത്തിട്ടാണ് കടല്. അത്ര വിചാരിക്കണോ? എന്നാലും ഈ കടലിലെ വെള്ളം കുറയോ? ഇല്ല. ഏത്? കടലിലെ വെള്ളം തന്നെ ഉണ്ടാവും. നിങ്ങൾ അത് വിചാരിച്ചോ? ഏപ്പിനെ എന്തുകൊണ്ട് പുറത്താക്കിയാലും ഏപ്പി തെറ്റ് കുറ്റം ഞാനൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട കടമ നമുക്കുണ്ടെന്ന്. അത് രസമുള്ളത്. നേരെ കുറിച്ച് എനക്ക് തെറ്റുപറ്റിയെന്ന് പറയാത്ത അദ്ദേഹത്തിന്റെ ചെരുപ്പ് നക്കിയില്ല നിങ്ങള്. ഈ പറയുന്ന രാഷ്ട്രീയക്കാരനും ഈ വഹാബിയും എന്തായാലും നിങ്ങൾക്ക് പൊള്ളായിനി. എന്നേരം എവിടെ പോയിരുന്നു നിങ്ങള്? ചോദിക്കുന്നു കല്ലായി സാഹിബ് ഉസ്താദാണ് ശരി 4 വട്ടം പറയുമ്പം നിങ്ങൾ എവിടെ പോയേ? എന്തേ നിങ്ങൾക്കൊന്നും നാവുണ്ടായിനി? ഇന്നും പറഞ്ഞോളോ നിങ്ങളെല്ലാം? അത് രസമല്ലത്. ഇന്നും പറഞ്ഞോ അയാൾ കുറ്റക്കാരനാണ്, അയാൾ തെറ്റുകാരനാണ്, അയാൾ ശരിയെന്ന് അങ്ങനെ പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? പറയടോ. ഇപ്പൊ സമസ്തയുമായിട്ട് ഒരു ലയനമോ അല്ലെങ്കിൽ ഒരു ഐക്യമോ എന്തോ ഒന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് എന്താ അലളുന്ന്? ഇവിടെ സുന്നികൾ ഐക്യപ്പെട്ടുകൂടാ അല്ലേ? അപ്പൊ വഹാബി തകരും, വഹാബി ആശയം തകരും. അതിന്റെ പ്രശ്നം അല്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നശിച്ചു കാണണമെന്ന് ഒരൊറ്റ ഷജറക്കാരനും ആഗ്രഹിക്കൂല. അത് നന്നായി കാണാൻ വേണ്ടിയിട്ട് അവസാന ശ്വാസം വരെ പണിയെടുക്കുകയും ചെയ്യും. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് മഹാനായ ബാഫഗിതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ടു. ആ സമയത്ത് പാണക്കാട് പൂക്കോയത്തങ്ങൾ പ്രസിഡൻ്റായിട്ട് വരികയാണ്. അങ്ങനെ പൂക്കോയത്തങ്ങൾ പ്രസിഡൻ്റായി വന്നതിനെ തുടർന്നാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ ശേഷം മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം ലീഗിനെ വളരെ ശക്തമായി വളർത്തിയെടുത്തു. പൂക്കോയത്തങ്ങളും CHും അത് വല്ലാത്തൊരു നാമധേയമായിരുന്നു. അങ്ങനെ കോയ ലീഗ് എന്ന പറയൽ തന്നെ. കാരണം മുസ്ലിം ലീഗിനെ അത്രയും കൂടുതൽ കെട്ടിപ്പടുത്തത് കോയ സാഹിബായിരുന്നു. ഇങ്ങനെ പൂക്കോയത്തങ്ങൾ മരണപ്പെട്ടപ്പം CH വളരെയധികം വിഷമിച്ചു പോയി. മഹാനായ CHന് ഒരു നാഥനില്ലാത്ത അവസ്ഥയായി. ഒരത്താണിയില്ല. അന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ തൻ്റെ മൂത്ത പുത്രൻ 27 വയസ്സ് പ്രായമാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരാൻ അത്ര കെൽപ്പുള്ളൊരു കാലഘട്ടമായിരുന്നില്ല.
കാരണം രാഷ്ട്രീയത്തിലെ സർവ്വവിധ വല്ലന്മാരും വാഴുന്നൊരു കാല. കെ കരുണാകരൻ, ആൻ്റണി, കെ ജി മാരാർ, EMS, അതേപ്രകാരം തന്നെ EK നായനാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് രാഷ്ട്രീയത്തിലെ വലിയ വലിയ ഗായകന്മാർ നിലകൊള്ളുന്നൊരു ഘട്ടമാണ്. അപ്പോൾ CH മുഹമ്മദ് കോയ സാഹിബ് ഒരു വെള്ള അംബാസഡറിൽ പാണക്കാട്ട് നിന്ന് ചാപ്പനങ്ങാടിയിലേക്കൊരു യാത്ര ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൻ്റെ സൂഫിവര്യനായ ആത്മീയ ജ്യോതിസായ സമസ്തയുടെ വെള്ളി നക്ഷത്രമായ ആ പ്രിയപ്പെട്ട ബാപ്പു മുസ്ലിയാരുടെ വീട്ടിലേക്കായിരുന്നു. മഹാനായ CH അവിടെ എത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ, ഞങ്ങൾക്ക് നേതൃത്വത്തെ തിരഞ്ഞെടുത്ത് തരണം, അതിനങ്ങ് പാണക്കാട്ടേക്ക് വരണം. അങ്ങനെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പാണക്കാട്ടേക്ക് യാത്രയാവുകയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവസാന അന്തിമ ചർച്ചയ്ക്ക് ശേഷം ശിഹാബ് തങ്ങളെ തെരഞ്ഞെടുത്ത് ആത്മീയമായ ധൈര്യവും സ്ഥൈര്യവും, പിതാവിൻ്റെ ഒറ്റ ത്രയനായിരുന്നു ബാപ്പു മുസ്ലിയാർ പൂക്കോയ തങ്ങളെ. അങ്ങനെ പണ്ഡിതന്മാരുടെ അനുഗ്രാശിസുകളോടുകൂടി 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ കസേരയിൽ ഇരുത്തി പ്രാർത്ഥന നടത്തി. ഇങ്ങനെ ആശീർവാദം കൊടുത്ത് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സമസ്ത. ഈ സമസ്തയുടെ സമന്നതനായ ബാപ്പു മുസ്ലിയാരുടെ പ്രാർത്ഥന ശിഹാബ് തങ്ങൾക്ക് മരണം വരെ മുതൽക്കൂട്ടായിരുന്നു. ഒരു വിഷയത്തിലും തങ്ങൾക്ക് എന്തുണ്ടായിട്ടില്ല, പതറേണ്ടി വന്നിട്ടില്ല. എന്നും യശസ്സും അഭിജാത്യവും, എന്നും യശസ്സും അഭിമാനവും അന്തസ്സും സംഘടനാ തീരുമാനങ്ങളും വാനോളം ഉയർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഷജറഗഡ് നേതാവാണ് ബാപ്പു മുസ്ലിയാർ, ഷജറഗഡ് നേതാവാണ് പൂക്കോയ തങ്ങൾ, ഷജറഗഡ് നേതാവാണ് ശിഹാബ് തങ്ങൾ, ഷജറഗഡ് എല്ലാമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ ഞങ്ങൾ കൈയൊഴിക്കില്ല. പക്ഷേ അതിനെ ആരെങ്കിലും തൻ്റെ സ്വന്തം ഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തുരങ്കം വെക്കാൻ വന്നാൽ, ആ കപ്പൽ ഓട്ടയാക്കാൻ വന്നാൽ, അല്ലെങ്കിൽ ആ കപ്പലിൽ കള്ളനുണ്ടെങ്കിൽ യൂനുസ് നബി അലൈഹി സ്വലാമിനെ അവർ ചെയ്തതുപോലെ ഞങ്ങളും അവരെ മാറ്റി നിർത്തും. ശരിയായ ദിശയിലൂടെ ആ നേതൃത്വം ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു സംഗതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രക്രിയയിൽ ഷജറകൾ ലീഗിനെതിരാണെന്ന് ആരും പറയേണ്ട, ആരും വിശ്വസിക്കേണ്ട. എല്ലാ എൻഡോസൾഫാന്മാരെയും ഞങ്ങൾ ഇവിടെ നിർവീര്യമാക്കും. അതിനുള്ള ആത്മീയമായ കഴിവ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അന്നേ നൽകിയിട്ടുണ്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.